दुनिया के सबसे बड़े शोमैन का यह पहला शो था. इस घटना पर एक रिपोर्ट तैयार करें. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്. ഈ സംഭവത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, റിപ്പോർട്ട് വസ്തുനിഷ്ഠമായിരിക്കണം. റിപ്പോർട്ട് എന്ത്, ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം. പിന്നെ റിപ്പോർട്ടിലെ ലേഖകൻ്റെ സ്വന്തം വീക്ഷണം ഉണ്ടായിരിക്കണം. അതിന് ഏറ്റവും പ്രധാനം അതിനൊരു സ്യൂട്ടബിളായിട്ടുള്ള ഹെഡിങ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്കിതിന് ഒരു ഹെഡിങ് കൊടുക്കണം. ഏക് മഹാൻ കലാകാർ കാ ഉദയ് എന്ന് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം. ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഹെഡിങ് കൊടുത്താൽ മതിയാവും. നമുക്കിപ്പോൾ ഏക് മഹാൻ കലാകാർ കാ ഉദയ് എന്നുള്ള ഹെഡിങ് കൊടുക്കാം. അത് കഴിഞ്ഞ് എവിടെയാണ് നടക്കുന്നത് എന്നെഴുതണം. നമ്മുടെ ഈ സംഭവം നടക്കുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ലണ്ടൻ എന്നെഴുതണം. അത് കഴിഞ്ഞ് നമ്മൾ മാറ്ററിലോട്ട് വരണം. എന്താണ് അന്ന് നടന്നത്, എന്തുകൊണ്ടാണ് നടന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തു, ഏക് മഹാൻ കലാകാർ കാ ഉദയ് എന്ന് ഹെഡിങ് കൊടുത്തു. അത് കഴിഞ്ഞ് സ്ഥലം കൊടുത്തു, ലണ്ടൻ. ഇനി മാറ്ററിലോട്ട് വരാണ്. आल्डर शाम के थिएटर में आज चार्ली नामक एक अद्भुत बच्चे का शो हुआ, जिसने उस थिएटर को हांसीकार को तब्दीली कर दिया. ആൾഡർ ഷാണ്ടിലെ ഒരു തിയേറ്ററിൽ ഇന്ന് ചാർലി എന്നു പേരുള്ള ഒരു അത്ഭുത ബാലൻ്റെ ഷോ നടന്നു. അത് തിയേറ്ററിനെ ഒരു ചിരി വീടാക്കി മാറ്റി. इस थिएटर में चार्ली की माम गीत गा रही थी. ആ തിയേറ്ററിൽ ചാർലിയുടെ അമ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അചാനക് ഉസ്കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേം ബദൽ ഗയി. പെട്ടെന്ന് അവരുടെ ശബ്ദമിടറി അതൊരു പിറുപിറുക്കൽ പോലെയായി മാറി. ലോഗോനെ ഷോർ മച്ചായ അവർ ഗാന ബന്ദ് കർക്കെ വഹ സ്റ്റേജ് സെ ഹട്ടാനേക്കോ മഷ്ബൂർ ഹോ ഗയ. ആളുകൾ ബഹളം ഉണ്ടാക്കി. അമ്മയ്ക്ക് പാട്ട് നിർത്തി സ്റ്റേജിൽ നിന്ന് തിരിച്ച് ഇറങ്ങേണ്ടി വന്നു. മാനേജർ കെ ആദേശ് സെ 5 साल के उस बेटे को സ്റ്റേജ് पर लाया गया. അവസാനം മാനേജറുടെ നിർദ്ദേശപ്രകാരം 5 വയസ്സുള്ള അവരുടെ മകനെ സ്റ്റേജിൽ കൊണ്ടുവരേണ്ടി വന്നു. ചാർലി നിഷ്കളങ്കത സെ ഗാന ഗാ രഹാ ഥാ. ചാർലി വളരെ നിഷ്കളങ്കമായി പാട്ട് പാടി. കി ലോഗ് പ്രസന്ന ഹോക്കർ സ്റ്റേജ് പർ പൈസെ ഫേങ്കിനെ ലഗ. ഇതിൽ സന്തുഷ്ടരായ ആളുകൾ സ്റ്റേജിലോട്ട് പൈസ വലിച്ചെറിയാൻ തുടങ്ങി. ബച്ച ഗാന ബന്ദ് കർക്കെ പൈസ ബഡോർനെ ലഗ. കുട്ടി ഈ പൈസ വീഴുന്നത് കണ്ട് പാട്ട് നിർത്തി ഈ പൈസ എടുക്കാൻ തുടങ്ങി, പെറുക്കി കൂട്ടാൻ തുടങ്ങി. യഹ് വ്യവഹാർ നെ തിയേറ്റർ കോ ഹാൻസി കർമേ തബ്ദലി കർദിയ. കുട്ടിയുടെ ഈ പെരുമാറ്റമാണ് തിയേറ്ററിനെ ഒരു ചിരി വീടാക്കി മാറ്റിയത്. ലോഗോനെ ഇസ്മേം ഏക് മഹാൻ കലാകാർ കോ ദേഖ. ആളുകൾ ഇവനിൽ ഒരു മഹാനായ കലാകാരനെ കണ്ടു.